രുക്മിണി രുക്മിണി നിക്ക്, ഞാൻ പറയുന്നത് കേക്ക്. ചെല്ല്, ചെന്ന് നല്ലത് 4 എണ്ണം അവിടെ വച്ച് പറഞ്ഞു പോരിക്ക്. ചെല്ല് ചെല്ല്, വേഗം ചെല്ല്. എടി നീ കൊടുങ്കാറ്റോലെ എവിടെയാടി പോന്നേ? നിക്കടി അവിടെ. നിന്നോട് നിക്കാനല്ലേ പറഞ്ഞത്? കാണണമെങ്കിൽ ഇങ്ങനത്തെ കലാപരിപാടികൾ കാണണോ? എന്തൊരു രസോ! പബ്ലിക് റോഡിൽ പെണ്ണുങ്ങളുടെ അടിപിടി. എടി ശ്രീലക്ഷ്മി, നിന്റെ അമ്മയെ പിടിച്ച് നിർത്തടി. ഞാനവരമ്മയെന്നൊന്നും വിളിക്കില്ല. നീ അവിടെ നിക്കാനല്ലേ പറഞ്ഞ? എനിക്ക് ഇങ്ങനെ ഈ പെരുവഴി കിടന്ന് തല്ലുടക്കാൻ വയ്യ. ഓ, എന്തെങ്കിലും പറയാണ്ടെങ്കിൽ രുക്മിണി വീട്ടിലേക്ക് വാ. നീ ഇത് കേട്ടിട്ട് പോയാ മതി. നിന്നെ ഞാൻ കേപ്പിച്ചിട്ടേ വിടൂ. നിങ്ങളെ പോലെ അല്ല ഞാൻ. ഓ, പാവപ്പെട്ടവളാണെങ്കിലും അന്തസ്സുള്ള അച്ഛനും അമ്മയ്ക്ക് ജനിച്ചവളാ. എന്റെ അച്ഛന്റെ അമ്മയുടെ അന്തസ് കളയാൻ ഞാൻ സമ്മതിക്കില്ല. ദയവേത് എന്നെ നാണം കെടുത്തരുത്. നിന്നെ പോലത്തെ നാണം കെട്ടവളോട് പിന്നെ എങ്ങനെയാടി പെരുമാറണ്ടേ? ശ്രീലക്ഷ്മി, എന്റെ പെറ്റമ്മയായ എന്നെയാ ഇവരെ തെരുവിലിട്ട് നാണം കെടുത്തത്. ഓ, നിങ്ങൾ എന്നെ പ്രസവിച്ചിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾ എന്റെ അമ്മയല്ല. നീ കേട്ടല്ലോ? നിങ്ങളെ ഞാൻ ഇനി ഈ ജന്മത്തെ അമ്മയെന്ന് വിളിക്കത്തുമില്ല. ഓളെ വിളിക്കണ്ട എന്നെ അങ്ങനെ. ഞാൻ നിങ്ങളുടെ മോളുമല്ല. നീ ചാടിത്തുള്ളി എങ്ങോട്ടടി പോയത്? ആ വീട്ടില് നീയും നിന്റെ കെട്ടിയോനും അധിക ദിവസം താമസിക്കില്ല. അതിനുമുമ്പ് ഞാനത് തിരിച്ചു മേടിക്കും. കണ്ടവരുടെ വീട്ടിൽ കയറി യാതൊരു ഉളുപ്പും കൂടാതെ താമസിക്കാൻ നീയൊക്കെ വിചാരിച്ചോടി? നിന്നെയൊക്കെ തല്ലി ഞങ്ങൾ അവിടുന്ന് ഇറക്കും, പറഞ്ഞേക്കാം. അടിവീഴല്ലേ രസമുള്ളു. നിങ്ങൾ എന്തിനാ ഇങ്ങനെ വഴി കിടന്ന് പൂങ്കണ്ണിൽ ഒഴുക്കുന്ന? മകനെയും മരുമകളെയും കൂട്ടി മര്യാദകൾ ചെയ്തിട്ടല്ലേ ഞങ്ങൾ ഈ പറയുന്നത്? ജന്മം എടുക്കാതെ പോയ എന്റെ കുഞ്ഞിന്റെ ശാപം ഇതൊക്കെ. ശാപം. ഓളെ എന്താ ഇവിടെ? എന്താ എന്താ? ഓ, പണി പാളി. ദൈവമേ, ഇനി എന്തായാലും അടി നടക്കില്ലെന്ന് ഉറപ്പാ. ശ്രീ, ഇത് വലിയ ക്രൂരതയാ. ജനിപ്പിച്ച അമ്മയോട് ഇങ്ങനൊന്നും കാണിക്കരുത്. കാണിച്ച നീ എന്ത് ചെയ്യൂടി? എന്ത് ചെയ്യൂന്ന്? നിന്നെ പോലെ ഇത്രയും സബ്സ്റ്റാൻഡേർഡായി പെരുമാറാനൊന്നും എന്നെ കിട്ടില്ല.